ആനയെഴുന്നള്ളിപ്പ് വെടിക്കെട്ട് നിയന്ത്രണങ്ങൾക്കെതിരെ ജില്ലയിൽ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗങ്ങൾ നടന്നു. തൃശൂരിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ യോഗം ചേർന്നു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ഘോഷയാത്ര നടത്തി. ഒല്ലൂർ സിഐയെ കുത്തിപ്പരിക്കേൽപ്പിച്ച അനന്തുമാരിക്കെതിരെ വീണ്ടും കേസ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരെ അസഭ്യം പറയുകയും കൊലവിളി നടത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് കേസ്. പുത്തൂർ എരവിമംഗലം ഷഷ്ടിക്കിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. 3 പോലീസുകാർക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കും പരിക്കേറ്റു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 13 പേർക്കെതിരെ ഒല്ലൂർ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ഗുരുവായൂർ ACPയോട് നഗരസഭാ സെക്രട്ടറിയോടും ഹാജരാകാൻ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പൂരം, ഉത്സവം, പെരുന്നാൾ, നേർച്ച തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾ നേരിടുന്ന അടിയന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആചാര സംരക്ഷണ കൂട്ടായ്മ തൃശൂരിൽ യോഗം ചേർന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് തിരുവമ്പാടി കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ യോഗം സംഘടിപ്പിച്ചത്. കൂട്ടായ്മ യോഗം പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഉത്സവങ്ങളും നേർച്ചകളും പെരുന്നാളുകളും ഒരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെച്ചാൽ അത് വിലപ്പോകില്ലെന്നും കേരളത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏതെങ്കിലും ഒരു വിധി കൊണ്ട് നിരോധിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ അത് എളുപ്പം നടപ്പാകുന്ന കാര്യമല്ലെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത പി ബാലചന്ദ്രൻ MLA പറഞ്ഞു. 2018 കേരളത്തിലെ ഉത്സവങ്ങൾ, അതുപോലെ തന്നെ നേർച്ചകൾ, അതുപോലെ തന്നെ പെരുന്നാളുകൾ, അതെല്ലാം ഒരു പ്രഭാതത്തിൽ വേണ്ടെന്ന് വെക്കാൻ ആര് തീരുമാനിച്ചാലും വിലപ്പോവില്ല എന്ന് മാത്രം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നും എല്ലാവരും കരുത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും MLA പറഞ്ഞു. തൃശൂരിന്റെ ഐക്യമാണ് തൃശൂർ പൂരമെന്നും പൂരത്തിന്റെ തടസ്സം തൃശൂർക്കാർക്ക് കണ്ടിരിക്കാനാകില്ലെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മേയർ MK വർഗീസ് പറഞ്ഞു. ഒറ്റ മനസ്സോടുകൂടി തൃശൂർക്കാർ നെഞ്ചിലേറ്റി തൃശൂർ പൂരം നമുക്ക് നടത്തണം. അതിനുവേണ്ടി നമ്മൾ അതുമായി ആ വികാരത്തിന്റെ ഭാഗമായാണ് ഇത്രയും ജനങ്ങൾ ഒരുമിച്ചുകൂടെ കൂടി നമുക്ക് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. തൃശൂരിനെ തൃശൂരാക്കുന്നത് തൃശൂർ പൂരമാണെന്നും തൃശൂർ പൂരം തൃശൂർക്കാരുടെ ആഘോഷമാണെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ദേവസ്വങ്ങളുടെയും ഹൈന്ദവരുടെയും മാത്രം ഒരു ആഘോഷമല്ല, അത് ആചാരപ്രകാരമുള്ള കുറേ കാര്യങ്ങളും അതാചാരപ്രകാരമുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് തൃശ്ശൂർ പൂരം തൃശ്ശൂർക്കാരുടെ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും വന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് പൂരത്തിന് തടസ്സമുണ്ടായപ്പോൾ അതിന്റെ സമരത്തിന്റെ മുന്നിൽ ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഓർക്കുക. നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാകണമെന്നും തലക്കെട്ടിന് വേണ്ടിയുള്ള കോടതി വിധികളാണോ എന്ന് സംശയിക്കണമെന്നും നിയമങ്ങൾ ജനാധിപത്യ വിരുദ്ധമായാൽ സർക്കാർ ഇടപെടണമെന്നും പൂരം നടത്തിപ്പിനാവശ്യമായ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ ആർജവം കാണിക്കണമെന്നും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും സനീഷ് കുമാർ ആവശ്യപ്പെട്ടു. ആന എഴുന്നള്ളിപ്പ് ഉത്സവങ്ങളുടെയും ആചാരത്തിന്റെയും ഭാഗമാണ്. ഇതിനെതിരെയുള്ള കോടതി വിധി പിൻവലിച്ചേ മതിയാവൂ എന്നും നാട്ടാന പരിപാലന നിയമം ഭേദഗതി ചെയ്യണം, ഇതിന് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും വെടിക്കെട്ട് നടത്താൻ ആവശ്യമായ ഭേദഗതി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൊണ്ടുവരണമെന്നും CPI നേതാവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. പൂരത്തിന് അനാവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് തെറ്റാണെന്ന് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് M ജയശങ്കർ പറഞ്ഞു. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിന് അനുമതി ലഭിക്കാൻ ഇടയായ സുപ്രീം കോടതി വിധി ഉണ്ടായതുപോലെ പൂരം സുഖമായി നടപ്പാക്കാൻ എല്ലാവരും കൂടിയാലോചിച്ച് സുപ്രീം കോടതിയെ സമീപിക്കണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടു. മൃഗസ്നേഹികളായ തന്റെ അനന്തരവനും സഹപാഠിയുമായ ജഡ്ജിമാരാണ് ഇത്തരമൊരു വിധി പ്രസ്താവിച്ചതെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളായ അഡ്വക്കേറ്റ് തേർമിൽ രാമകൃഷ്ണൻ, സിനിമാ താരം ദേവൻ, TS പട്ടാഭിരാമൻ, TS കല്യാണരാമൻ, അനിൽ അക്കര, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, PK ഷാജൻ, TV ചന്ദ്രമോഹൻ, KV അബ്ദുൾ ഖാദർ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.
പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ഘോഷയാത്ര നടത്തി. തിരുവള്ളക്കാവ് ക്ഷേത്രനട മുതൽ പെരുവനം ക്ഷേത്രനട വരെ നടന്ന ഘോഷയാത്രയിൽ പൂരപ്പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുവനം ക്ഷേത്രത്തിൽ നടന്ന സമാപന യോഗം തന്ത്രിമാരായ KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ജനറൽ സെക്രട്ടറി CS ഭരതൻ, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര തുടങ്ങിയവർ സംസാരിച്ചു. ET നീലകണ്ഠൻ മൂസ്, സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി, പൂരം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് രാജീവ് മേനോൻ, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. മൈനൂർക്കാവ് താലപ്പൊലിയുമായി ബന്ധപ്പെട്ട ആശങ്കയും അനിശ്ചിതത്വവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സംഗമം നടത്തി. മൈനൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര തിരുവുത്സവ താലപ്പൊലി കമ്മിറ്റികളുടെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മൈനൂർ കൊണ്ടാഴി ദേശീയ കമ്മിറ്റികളും ഉപദേശക സമിതിയും തട്ടക നിവാസികളും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. മൈനൂർക്കാവ് സെന്ററിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് അമ്പിളി പുഴയോരം അധ്യക്ഷത വഹിച്ചു. മൈനൂർ ദേശീയ കമ്മിറ്റി സെക്രട്ടറി വിമൽ, ദേശീയ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൂരം പ്രതിസന്ധി പരിഹരിക്കുവാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പൂരാസ്വാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ നെട്ടിശ്ശേരി ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുമാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നെട്ടിശ്ശേരി ക്ഷേത്രോപദേശക സമിതി മുൻ പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി മുൻ പ്രസിഡന്റ് M രാജേന്ദ്രൻ, പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട്, നെട്ടിശ്ശേരി ക്ഷേത്രോപദേശക സമിതി മുൻ സെക്രട്ടറി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉല്ലൂർ CAയെ കുത്തിപ്പരിക്കേൽപ്പിച്ച നിരവധി ക്രിമിനൽ കേസിലെ പ്രതി അനന്തുമാരിക്കെതിരെ വീണ്ടും കേസ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കിടെ ഡോക്ടർമാരെ അസഭ്യം പറയുകയും കൊലവിളി നടത്തുകയും ചെയ്തുവെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിലാണ് ഈസ്റ്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അനന്തുമാരിക്കെതിരെ കേസെടുത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് പ്രതിയെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചത്. CAയെ കുത്തിയ കേസിൽ നിലവിൽ അനന്തുമാരി റിമാൻഡിലാണ്. പുത്തൂർ ഇരവിമംഗലം ഷഷ്ടിക്കിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. 3 പോലീസുകാരും നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കും പരിക്കേറ്റു. കാവടി സംഘം ക്ഷേത്രവളപ്പിൽ കയറുന്നതിനെ ചൊല്ലിയായിരുന്നു സംഘർഷം ആരംഭിച്ചത്. സംഘർഷവുമായി ബന്ധപ്പെട്ട് DYFI പ്രാദേശിക നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നുണ്ടായ തർക്കം ലാത്തിചാർജിൽ കലാശിച്ചു. നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത്, പഞ്ചായത്ത് അംഗം JN, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൽ റാം, CPM ഏരിയ കമ്മിറ്റി അംഗം രമേശ്, പോലീസുകാരായ ശ്രീകാന്ത്, ലാലു, ശ്രീജിത്ത് എന്നിവർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ശ്രീജിത്തിനെ കൈവിരൽ ഒടിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റ 8 പേരും തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലായി 13 പേർക്കെതിരെ ഉല്ലൂർ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് കീഴിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ACPയോടും നഗരസഭാ സെക്രട്ടറിയോടും നേരിട്ട് ഹാജരാകാൻ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി. വ്യാപാരികളായ അജു M ജോണി, PV ഗിരീഷ്, ER ഗോപിനാഥൻ, KV ജയേഷ് എന്നിവർ ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് നൽകിയ ഹർജിയെ തുടർന്നാണ് ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ഈ മാസം 13-ാം തീയതി ഹാജരാകുവാനാണ് നിർദ്ദേശം. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തും പാലത്തിന് താഴെയുമായി നിരവധി അഭയാർത്ഥികളും സാമൂഹ്യ വിരുദ്ധരും കയ്യേറുകയും മദ്യപാനത്തിനും ലഹരി ഉപയോഗത്തിനുമായി ഉപയോഗിച്ചു വരികയുമാണെന്ന് വ്യാപാരികൾ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പലതവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചത്. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ഫുഡ് കോർട്ടും ഓപ്പൺ ജിമ്മും നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം 1 വർഷം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാത്തതിനെതിരെ മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ ദോശ ചുട്ട് പ്രതിഷേധിച്ചു. സൗന്ദര്യവൽക്കരണം നടത്താതെ സാമൂഹ്യ വിരുദ്ധർക്ക് താവളമൊരുക്കുകയാണ് അധികൃതർ ചെയ്യുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. 100ഓളം ദോശ ചുട്ട് തെരുവിൽ കഴിയുന്നവർക്ക് നൽകി. പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് രേണുക ശങ്കർ, ഷൈലജ ദേവൻ, റാബിയ ജലീൽ, ഷിൽവ ജോഷി, അനിത ശിവൻ, സൈനബ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടുത്തെ അന്തരീക്ഷത്തെ പറ്റി നമുക്കറിയാം. സ്ഥലത്ത് നമ്മുടെ ഇന്ത്യൻ
കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41 വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായ ഗീതാറാണിയും UDF സ്ഥാനാർത്ഥിയായി PU സുരേഷ് കുമാറും LDF സ്ഥാനാർത്ഥിയായി GS സുരേഷുമാണ് മത്സരരംഗത്തുള്ളത്. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. ബുധനാഴ്ച വോട്ടെണ്ണൽ നടക്കും. തൃശൂർ സുവോളജിക്കൽ പാർക്കിന് മുഴുവൻ സമയം ചുമതലയുള്ള ഡയറക്ടറെ ഉടൻ നിയമിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഫ്രണ്ട്സ് ഓഫ് സൂ നൽകിയ നിവേദനത്തിനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ആനിമൽ കീപ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും ക്യൂറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നതിലും ഉടനെ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ജോലിമാറ്റം വാങ്ങാൻ താൽപര്യമുള്ളവരുടെ എണ്ണം കണക്കാക്കി ബാക്കി ആവശ്യമായി വരുന്ന ആനിമൽ കീപ്പർമാരെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകുന്ന കാര്യം സജീവമായി പരിഗണിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജനും അറിയിച്ചതായി ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M പീതാംബരൻ പറഞ്ഞു. താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതനായി. മോഡലായ തരണി കലിംഗരായരാണ് വധു. രാവിലെ 7:30 മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിന് മുന്നിലെ 1-ാം നമ്പർ മണ്ഡപത്തിലാണ് താലികെട്ട് നടന്നത്. നടൻ ജയറാം വധുവരന്മാരുടെ കൈപിടിച്ചു നൽകി. താലികെട്ടിന് ശേഷം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള സ്വകാര്യ ഹോട്ടലിൽ വിവാഹ സദ്യയുമുണ്ടായിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ്, നടനും MP-യുമായ സുരേഷ് ഗോപി, നടൻ സിദ്ദിഖ്, സംവിധായകരായ സത്യനാന്തിക്കാട്, മേജർ രവി തുടങ്ങിയവരും അടുത്ത ബന്ധുക്കളുമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ഇഷ്ടതാരങ്ങളെ കാണുവാനും നിരവധി പേരാണ് എത്തിയത്. ഗുരുവായൂർ ACP KM ബിജുവിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. സിനിമാ മേഖലയിലുള്ളവർക്കായി 11-ാം തീയതി ചെന്നൈയിൽ വിവാഹ സൽക്കാരം സംഘടിപ്പിച്ചിട്ടുണ്ട്. കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹം കഴിഞ്ഞ മെയ്യിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലാണ് നടന്നത്. തൃശൂർ പറവട്ടാനിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ബോണറ്റിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ആലുവയ്ക്ക് പോവുകയായിരുന്ന തൃശൂർ സ്വദേശി സിജേഷും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നാണ് പുക ഉയർന്നത്. പുക ഉയരുന്നത് കണ്ട് കാറിലുണ്ടായിരുന്നവർ ഉടൻ പുറത്തേക്കിറങ്ങി. സമീപവാസിയായ മെക്കാനിക് എത്തിയാണ് തീയണച്ചത്. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. അക്കാദമി എംപ്ലോയീസ് യൂണിയൻ ജനറൽ ബോഡി യോഗം CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS സുനിൽകുമാർ, ട്രഷറർ KH ഹാജു, ജോയിന്റ് സെക്രട്ടറിമാരായ BK അനിൽകുമാർ, PK മിനി, വൈസ് പ്രസിഡന്റുമാരായ PV സുഭാഷ്, ഷാജി ജോസഫ്, VS ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. CPM തൃശൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി ബാലസംഘം കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. CPM തൃശൂർ ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ഏരിയ പ്രസിഡന്റ് അനന്തു കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ഏരിയ കൺവീനർ അഡ്വക്കേറ്റ് K സുനിൽകുമാർ, കോർഡിനേറ്റർ അനശ്വര രജീഷ്, CPM പാട്ടരാക്കൽ ലോക്കൽ സെക്രട്ടറി പങ്കജാക്ഷൻ, ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം പശുപതി, CPM തൃശൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അനൂപ് ഡേവിസ് കാട, BL ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രീൻ വേൾഡ് ക്ലീൻ വേൾഡ് എന്ന സന്ദേശവുമായി തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 13ാമത് തൃശൂർ വാക്കത്തോൺ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലസ് ഗ്രൌണ്ടിൽ നിന്ന് എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലേക്ക് സംഘടിപ്പിച്ച വാക്കത്തോണിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ, സെന്റ് അലോഷ്യസ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അരുൺ ജോസ്, വർഗീസ് തരകൻ, ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷറർ ഷൈൻ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. വാക്കത്തോൺ ചെയർമാൻ വർഗീസ് മാളിയേക്കൽ, ജനറൽ കൺവീനർ ടോഫി നെല്ലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചും റഫി ഗായകനായിരുന്ന PK ജോസിന്റെ സ്മൃതിയോടനുബന്ധിച്ചും തൃശൂരിൽ റഫി സംഗീത നിശ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സംഗീത നിശ നിയമസഭാ മുൻ സ്പീക്കർ താരമ്പൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PK ജോസ് സ്മൃതി സമിതി ചെയർമാൻ CD ഫ്രാൻസിസ് അധ്യക്ഷനായി. ചടങ്ങിൽ സ്നേഹഗായകൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വീണവിദ്വാൻ A അനന്തപത്മനാഭന് നൽകി താരമ്പൽ രാമകൃഷ്ണൻ നിർവഹിച്ചു. മുതിർന്ന സംഗീതജ്ഞരായ പുത്തൂർ രാജൻ, രാപ്പാൾ സുകുമാരമേനോൻ, K ജേക്കബ് ഡേവിസ്, ജോൺ കൊക്കൻ, തൃശൂർ പത്മനാഭൻ, അക്ബർ ഷാ എന്നിവരെ ഫാദർ ഡോക്ടർ പോൾ പൂത്തിങ്കൽ, മോഹൻ സിത്താർ എന്നിവർ ചേർന്ന് ആദരിച്ചു. തൃശൂർ പോട്ടൂർ റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചു. ഞായറാഴ്ച രാത്രി 9:30-യോടെയാണ് സംഭവം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മിയൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
ഏകാദശി വിളക്കിന്റെ സുവർണപ്രഭയിൽ കണ്ണൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി. ഏകാദശി വരെ ഇനി സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത്. അഷ്ടമി വിളക്ക് തെളിഞ്ഞ് നാലാമത്തെ പ്രദക്ഷിണത്തിൽ കൊമ്പൻ ഗോകുൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചപ്പോൾ ക്ഷേത്രത്തിനകത്ത് തിങ്ങി നിറഞ്ഞ ഭക്തജന സഹസ്രം നാരായണ നവജാപത്താൽ കൈകൂപ്പി തൊഴുതു. ഇടക്ക നാഗസ്വരവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ നവമി നെയ്വിളക്കാണ്. കൊളാടി കുടുംബത്തിന്റെ വകയാണ് നവമി നെയ്വിളക്ക് ആഘോഷിക്കുന്നത്. കൊളാടി കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവരായ ഡോക്ടർ ജയകൃഷ്ണന്റെ പേരിലാണ് നവമി വിളക്ക് ആഘോഷിക്കുന്നത്. നവമി വിളക്കിനോടനുബന്ധിച്ച് നവമി നമസ്കാര സദ്യയും ഉണ്ടാകും. CPI മുൻ സംസ്ഥാന സെക്രട്ടറിയും ITC സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കാനം രാജേന്ദ്രൻ അനുസ്മരണ സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. KK വാര്യർ സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജയദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, P ബാലചന്ദ്രൻ MLA, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, അഡ്വക്കേറ്റ് KB സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സഖാവ് CK ചന്ദ്രപ്പൻ്റെ എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളുടെ പക്ഷേ അന്ന് സംസ്ഥാന സമ്മേളനത്തിൽ സഖാവ് തീർത്തും വലിയ അതുപോലെ CPM ചേലക്കര ഏരിയ സമ്മേളനം സമാപിച്ചു. എളനാട് ആസ്ഥാനമായി പുതിയ പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. K രാധാകൃഷ്ണൻ MP, MLA മാരായ AC മൊയ്തീൻ, MLA സേവ്യർ ചിറ്റലപ്പള്ളി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV നഫീസ, UP ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറിയായി K നന്ദകുമാറിനെ തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3222 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ആനയെഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് നിയന്ത്രണങ്ങൾക്കെതിരെ ജില്ലയിൽ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗങ്ങൾ നടന്നു. തൃശൂരിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ യോഗം ചേർന്നു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ഘോഷയാത്ര നടത്തി. ഒല്ലൂർ CIയെ കുത്തിപ്പരിക്കേൽപ്പിച്ച അനന്തുമാരിക്കെതിരെ വീണ്ടും കേസ്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരെ അസഭ്യം പറയുകയും കൊലവിളി നടത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് കേസ്. പുത്തൂർ എരവിമംഗലം ഷഷ്ടിക്കിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. 3 പോലീസുകാർക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കും പരിക്കേറ്റു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 13 പേർക്കെതിരെ ഒല്ലൂർ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. ഗുരുവായൂർ ACPയോട് നഗരസഭാ സെക്രട്ടറിയോടും ഹാജരാകാൻ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.